നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 23-ാം തീയതി 1200-ാം ആണ്ട് ധനുമാസം 8-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് കുറച്ച് നേരം മാത്രമേ ഉത്ര നക്ഷത്രമുള്ളൂ. രാവിലെ ഉദയ നക്ഷത്രം ഉത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ, അതായത് 9-10 മണി കഴിയുമ്പോൾ ഉത്രം തീർന്ന് അത്ത നക്ഷത്രത്തിലേക്ക് പോകും. ഒരു പ്രത്യേകത, ഉത്രമായാലും അത്തമായാലും ശുഭനക്ഷത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്കിന്ന് ധൈര്യമായിട്ട് എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. രാവിലത്തെ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും ശുഭനക്ഷത്രം മാറുന്നില്ല. അപ്പോൾ ശുഭദിനം തന്നെയാണ്, ഉത്ര നക്ഷത്രമാണ്. അപ്പോൾ നമുക്കിന്ന് എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാവുന്ന ദിവസമാണ്, ഒരു ആഴ്ചയുടെ ആരംഭമാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങാം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരുന്ന ദിവസവും കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് ഒരു കാര്യങ്ങൾ മാറ്റി വയ്ക്കണ്ട. കാരണം അവധി കഴിഞ്ഞ് നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഇറങ്ങുന്ന ദിവസമാണ്. ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളുക. പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് ധനുമാസത്തിലെ ഉത്ര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. നിങ്ങൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന വർഷം തന്നെയാണ്. കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. പ്രത്യേകിച്ച് എനിക്കൊരു നല്ല വാഹനം വാങ്ങണം എന്നാഗ്രഹിച്ച് അത് നടക്കാതിരിക്കുന്നവർക്ക് അത് സഫലീകരിക്കുന്ന കാലഘട്ടമാണ്. അതുപോലെ ഒരു വീട് വെക്കാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആഗ്രഹം നടക്കാതിരിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, എനിക്ക് ഈ വീട് മാറി കുറച്ചുകൂടി നല്ലൊരു വീട്ടിൽ വസിക്കണം, വാടകയ്ക്കായിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് അനുകൂലപ്രദമായ കാലഘട്ടം തന്നെയാണ്. അതുപോലെ കുറച്ചുകൂടി നല്ല ജോലി തേടി വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകാനോ ഒക്കെ അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വന്നാൽ നിങ്ങളത് എടുക്കണം. കാരണം നിങ്ങൾക്ക് സമയം, അത് നിങ്ങൾ ചെയ്യുന്നത് ഫലവത്തായി വരും. അതിന് അനുകൂലപ്രദമായ കാലഘട്ടമാണ്. അപ്പോൾ പൊതുവേ ഒരു സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. 8:07 തൊട്ടാണ് രാഹുകാലം ആരംഭിക്കുന്നത്. അപ്പോൾ 7:30 മണി മുതൽ 9 മണി വരെ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും 9:32 വരെ രാഹുകാലം ഉണ്ട് താനും. 9 ജാതകപ്രകാരം 8:07 ആരംഭിക്കുകയുള്ളൂ. 9:32 വരെ രാഹുകാല സമയമുണ്ട്. ഇപ്പോൾ രാഹുകാല സമയം പൊതുവേ യാത്രയ്ക്ക് ഒഴിവാക്കി കളയുക, യാത്ര തുടങ്ങാൻ. അതുപോലെ നമുക്ക് പാടില്ലാത്ത 2 സമയങ്ങളാണ് യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും. അതിൽ ഗുളികകാല സമയം പറഞ്ഞത് 1:49 തൊട്ട് 3:15 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 10:58 തൊട്ട് 12:24 വരെയും. ഈ സമയം ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിനും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് രണ്ടും പ്രകൃതി ഈ 2 പേർക്കായിട്ട് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന കാലഘട്ടമാണ്. രാഹുകാലം യാത്രയ്ക്ക് മാത്രമേ കൊള്ളൂല എങ്കിൽ ഇത് ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. അതുപോലെ അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നുണ്ട്. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12 മണി മുതൽ 12:48 വരെയാണ്. ഇതിനിടയ്ക്ക് ജാതകപ്രകാരം യമകണ്ഠൻ്റെ സമയമൊക്കെ കയറി വരുന്നത് കൊണ്ട് നമുക്ക് ആകിലും അല്ലാത്ത സമയം നോക്കിയെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവരും വസ്ത്രധാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ തൂവെള്ള വസ്ത്രമോ ധരിക്കുന്നത് വളരെ ഭാഗ്യത്തെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയിക്കാനും കുറച്ചുകൂടി പോസിറ്റീവായിട്ട് വരികയും ഇൻ്റർവ്യൂവിനൊക്കെ പോയാലും കുറച്ച് നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയും നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആക്റ്റീവ് ആവാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിത്തരും വസ്ത്രത്തിന്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.